ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാനഡ ടൂറിസ്റ്റ് വിസ പാക്കേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കാനഡയെ പറ്റി വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ച് കാലത്തോളമായി. അപ്പോൾ ഈ സമയം നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വിസ റിജക്ഷൻ വരാനുള്ള ചാൻസ് പൊതുവേ കുറവാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് പേർക്ക് വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ സമയം ഇപ്പോൾ US, അതുപോലെ കാനഡ, മെക്സിക്കോ, ഈ 3 കൺട്രീസിലോട്ടും വിസ റിജക്ഷൻ പൊതുവേ കുറവാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കേസിൽ ഇപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെ വിസ കിട്ടാറുണ്ട്. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ കേസ് മാത്രമല്ല, ഇപ്പോൾ ഒളിമ്പിക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആണെങ്കിലൊക്കെ ആ സമയത്തൊക്കെ ഇതുപോലെ പല കൺട്രീസിലും ഒരുപാട് വിസ ഇങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയം ന്യൂസിലൻഡും ഓസ്ട്രേലിയയിലും ഇതുപോലെ ഒരുപാട് ടൂറിസ്റ്റ് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടെ ഫിഫ വുമൻസ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ചാൻസ് ആണ് നമ്മൾ ടൂറിസ്റ്റ് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, കാനഡയിൽ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നത് കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? നമുക്കവിടെ ജോലി കാര്യങ്ങളൊന്നും കൺഫേം അല്ലല്ലോ, എങ്ങനെ ടൂറിസ്റ്റ് വിസയിൽ പോയാലും നമ്മൾ രക്ഷപ്പെടുമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആൻസർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏത് കൺട്രി ചൂസ് ചെയ്താലും ആ രാജ്യത്ത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വേ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ മാത്രമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏതൊരു റിച്ചസ്റ്റ് കൺട്രി എടുത്താലും, ഇപ്പോൾ കാനഡ, US, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇതുപോലെ ഏത് കൺട്രി നമ്മൾ എടുത്തു നോക്കിയാലും ഇവിടേക്കൊക്കെ നമുക്ക് ചിലവ് കുറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ ആണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് പോയിട്ട് നമുക്ക് ടൂറിസ്റ്റ് വിസ വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും ടൂറിസ്റ്റ് വിസ തന്നെയാണ്. പക്ഷേ ടൂറിസ്റ്റ് വിസ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരുവിധം എല്ലാ പ്രൂഫും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നോർമലി ഇപ്പോൾ നമ്മളൊരു വർക്ക് വിസക്കാണെങ്കിലും സ്റ്റഡി വിസക്കാണെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇത്രത്തോളം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ടൂറിസ്റ്റ് വിസ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം, തിരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിൽ വരും എന്നുള്ള ഒരു കറക്റ്റ് പ്രൂഫ് കൊടുക്കണം. ഇപ്പോൾ തന്നെ കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു വേ എന്ന് പറയുന്നത് സ്റ്റഡി വിസയാണ്. സ്റ്റഡി വിസ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ എക്സ്പെൻസീവ് ആണെങ്കിലും ഒരുവിധം എല്ലാ ബാങ്കും കാനഡയിലോട്ട് സ്റ്റഡി വിസ എന്ന് പറയുമ്പോൾ ലോൺ കിട്ടാനൊന്നും നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്യാഷിൻ്റെ കേസല്ല, പക്ഷേ ഞാൻ പറയുന്നത് എന്തായാലും ഏകദേശം ഒരു 15 lakhs പ്ലസ് എന്തായാലും കാനഡയിൽ മിനിമം കോസ്റ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ UK കേസ് നോക്കിയാലും US കേസ് നോക്കിയാലും എല്ലാം ഏകദേശം 10 lakhs പുറത്ത് സ്റ്റഡി വിസയ്ക്ക് ഫീസ് ഉണ്ട്. പക്ഷേ സ്റ്റഡി വിസ ഏകദേശം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു 85% സ്റ്റഡി വിസ നമുക്ക് അപ്രൂവൽ ആയി കിട്ടും. കാനഡ, അതുപോലെ തന്നെ US പോലുള്ള കൺട്രീസിലാണെങ്കിൽ. UK കേസിലാണെങ്കിൽ 95% സ്റ്റഡി വിസ ഓക്കെയാണ്. എന്ന് വെച്ചാൽ UK കേസിൽ അങ്ങനെ സ്റ്റഡി വിസ ഒരിക്കലും അങ്ങനെ റെഫ്യൂസൽ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയും പേയ്മെൻറ്റ് ആവുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വർക്ക് പെർമിറ്റിൻ്റെ കേസ് നോക്കിയാലും ഏകദേശം ഇതുപോലെ തന്നെയാണ്. വർക്ക് പെർമിറ്റ് നമ്മളിപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് തന്നെ ജോബ് ഓഫർ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു ഫ്രീ വിസ എന്നുള്ള കാറ്റഗറിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ ഫ്രീ വിസ കാറ്റഗറി അല്ല കേട്ടോ, ക്യാഷ് മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഏജൻസിയെ സമീപിക്കുകയാണെങ്കിൽ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും, UK കാനഡ എന്നല്ല, നിങ്ങൾക്ക് ഏകദേശം മന്ത്ലി ഒരു 2 lakhs റേഞ്ചിൽ സാലറി കിട്ടുന്ന ഏത് ജോബാണെങ്കിലും മിനിമം നിങ്ങളൊരു 10 ലക്ഷം രൂപയെങ്കിലും ആ ഒരു ഏജൻസിക്ക് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വരും, ഒരുവിധം ഏജൻസീസൊക്കെ കേട്ടോ. ആ സമയത്ത് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ ചൂസ് ചെയ്ത് ആ ഒരു രാജ്യത്ത് എൻ്റർ ആവുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വർക്ക് പെർമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ഇത്രയും എമൗണ്ട് ആവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ തന്നെ നമ്മൾ UK കേസാണെങ്കിലും US കേസാണെങ്കിലും കാനഡയുടെ കേസാണെങ്കിലും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഷെങ്കൻ ആണെങ്കിലൊക്കെ വിസ ഫീസായിട്ട് വരുന്നത് ഏകദേശം 10,000 മുതൽ 15,000, 16,000 ആ ഒരു റേഞ്ചിലേ നമുക്ക് വിസ ഫീസായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഡോക്യുമെൻറ്റേഷൻ ചാർജ് അതും അത്ര വലിയൊരു എമൗണ്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന 3 പാക്കേജ് ഉണ്ട്, അതിനെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പിന്നെ ടൂറിസ്റ്റ് വിസയിൽ കാനഡയിൽ പോയാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ആൾക്കാർക്കും 6 month മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണ് കിട്ടുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ 10 വർഷത്തേക്ക് വിസ കിട്ടിയെന്ന് വരും. പക്ഷേ കൂടുതലും ഒരു 6 month ടൂറിസ്റ്റ് വിസ ആണ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു വിസയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡയറക്റ്റ് വർക്ക് പെർമിറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ നമുക്കൊരു ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊരു ടോക്ക് പൊതുവേ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുവിധം ഇൻ്റർനാഷണൽ ന്യൂസ് ചാനൽസൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ, പോപ്പുലേഷൻ കൂടിയ സിറ്റിയിലോ പ്രൊവിൻസിലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് പൊതുവേ കുറവായിരിക്കും. അത് ഈവൻ നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ പോകുന്നവരാണെങ്കിലും സ്റ്റഡി വിസയിൽ പോകുന്നവരാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ ആൾക്കാർ കാനഡയിൽ നിൽക്കുന്നത് ഒൻറ്റാരിയോ പ്രൊവിൻസിലാണ്.
പിന്നെ ക്യൂബക് പ്രൊവിൻസിലാണ്, പിന്നെ ബ്രിട്ടീഷ് കൊളംബിയ, പിന്നെ ആൽബർട്ട. അപ്പോൾ ഇതല്ലാതെയും കാനഡയിൽ ഒരുപാട് പ്രൊവിൻസ് ഉണ്ട്. ഇപ്പോൾ പ്രിൻസ് എഡ്വേർഡ്, നോവസ്കോഷ്യ, അതുപോലെ മാനിറ്റോബ, ഇതേപോലെയൊക്കെയുള്ള ഒരുപാട് പ്രൊവിൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള പ്രൊവിൻസിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ജോലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന 2 വെബ്സൈറ്റാണ് ഇൻഡീഡ്, അതുപോലെ തന്നെ ജോബ് ബാങ്ക്. ജോബ് ബാങ്ക് കാനഡയുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് എംപ്ലോയീസിനെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഓഫർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും പറയും നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഇൻഡീഡിലും അതുപോലെ ജോബ് ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അധികം അങ്ങനെ റെസ്പോൺസ് കിട്ടുന്നില്ല. അത് നമ്മളെ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു ജോബ് ഓഫർ കൊടുത്തു, അതിന് ബ്രസീലിൽ നിന്നോ അല്ലെങ്കിൽ സുഡാൻ എന്നൊക്കെ ഒരാളെ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അയാളെ എടുക്കാനുള്ള ഇത് കുറവായിരിക്കും. കാര്യം നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക എന്താ, അയാൾ ഇന്ത്യയിലെത്തണം, ഇന്ത്യയിലേക്കുള്ള വിസ നോക്കണം, ഇവിടെ വർക്ക് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ സെയിം ടൈമിൽ നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ കറൻ്റ്ലി കാനഡയിലുള്ള ആളാണെങ്കിൽ ജോലി കിട്ടാൻ, ഇങ്ങനെയുള്ള റൂറൽ ഏരിയാസിൽ പോയി ജോലി കണ്ടെത്താൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ചില പൈലറ്റ് പ്രോഗ്രാം യൂസ് ചെയ്ത് PR-ലോട്ടും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ യൂക്കോൺ YCP പ്രോഗ്രാം ഉണ്ട്, അതേപോലെ AIP പ്രോഗ്രാം ഉണ്ട്, അതേപോലെ RNAP റൂറൽ ആൻഡ് നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം. ഈ പൈലറ്റ് പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കാം, ടൂറിസ്റ്റ് വിസയിൽ നിങ്ങൾ പോകാൻ കാനഡയിലോട്ട് IELTSൻ്റെ ആവശ്യമില്ല. പക്ഷേ അവിടെ ചെന്ന് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാനും IELTS വേണമെന്നില്ല. വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ LMIA ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ, LMIA ആണെങ്കിൽ നിങ്ങൾക്ക് TFWP ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിലൂടെ വർക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. അതിന് IELTS ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും പൈലറ്റ് പ്രോഗ്രാം ചൂസ് ചെയ്ത് PR-ലോട്ട് പോവുകയാണെങ്കിൽ IELTS അവിടെ മാൻഡേറ്ററി ആണ്. IELTS എന്നല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യണം. PTE കാനഡയിൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയുള്ള ഒരുവിധം ഇപ്പോൾ TOEFL ആണെങ്കിലും IELTS ആണെങ്കിലും OET ആണെങ്കിലൊക്കെ കാനഡയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടൂർ പാക്കേജിനെ പറ്റി പറയുമ്പോൾ കാനഡ ഇപ്പോൾ നമ്മൾ 3 പാക്കേജാണ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് വിസ മാത്രമാണ് നോക്കുന്നതെങ്കിൽ അതിന് 25,000 റുപ്പീസ് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ. 6 മന്ത് മൾട്ടിപ്പിൾ എൻട്രി വിസ. അപ്പോൾ അതിൽ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ വിസ ഫീസ് ഇൻക്ലൂഡ് ആണ്, അതുപോലെ തന്നെ ബയോമെട്രിക്സ് ചാർജ് ഇൻക്ലൂഡ് ആണ്. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, അതായത് ഹോട്ടൽ ബുക്കിങ്ങും ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അതുപോലെ ട്രാവൽ ഐറ്റിനറി, കവർ ലെറ്റർ, അതുപോലെ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ, ട്രാവൽ ഐറ്റിനറി, ഓരോ ദിവസവും നിങ്ങൾ കാനഡയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ നിങ്ങൾ ഡയറക്റ്റ് VFSലോട്ട് ബയോമെട്രിക്സ് എടുക്കാൻ ചെല്ലണം. പിന്നെ വിസ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്കൊരു PDF ഫയലാണ് കിട്ടുക. അതിനുശേഷമാണ് നമ്മൾ പാസ്പോർട്ട് VFSൽ സബ്മിറ്റ് ചെയ്യേണ്ടതും നമ്മളെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നതും. മറ്റുള്ള വിസ പ്രോസസ്സ്, ഷെങ്കൻ വിസ പ്രോസസ്സ് നോക്കുമ്പോൾ കാനഡ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണെങ്കിലും അതുപോലെ അവിടെ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സെറ്റപ്പും വേണം എന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡ് പാക്കേജ് യൂസ് ചെയ്യാം. അതിന് ഏകദേശം 3 lakhs അടുപ്പിച്ചാണ് കോസ്റ്റ് വരിക. പിന്നെ നിങ്ങൾക്ക് ടൂറ് പോലെ 10 ദിവസം കാനഡയിൽ ടൂറ് പോലെ പോയി വരണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 5 lakhsൻ്റെ ആ ഒരു പാക്കേജാണ് കൊടുക്കുന്നത്. ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അത്യാവശ്യം നല്ലോണം വരും, ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ല നമുക്ക് കിട്ടുക. പിന്നെ ഈ ഒരു 10 days ടൂർ പാക്കേജിൽ നമ്മൾ വേറെ 2 കൺട്രീസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടൂർ പാക്കേജ് കൊടുക്കുക. നമ്മൾ ഏകദേശം ഈ ന്യൂസിലാൻഡും ഓസ്ട്രേലിയൻ ടൂർ പാക്കേജ് കൊടുത്ത പോലെ തന്നെ ഏകദേശം 3 കൺട്രീസിൻ്റെ ടൂർ പാക്കേജ് ആയിരുന്നു നമ്മൾ ആ സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ എന്തായാലും നിങ്ങൾ ടൂർ പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വിസ നോക്കുന്നുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റിൽ നമ്മുടെ കാനഡ ടൂറിസ്റ്റ് വിസയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വെക്കേണ്ടത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വിസ ഇൻഫർമേഷൻ